കേന്ദ്ര സർക്കാരിൽ സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കേന്ദ്ര സർക്കാർ ഒരു നവരത്ന കമ്പനിയായ NHPC ലിമിറ്റഡിൽ നോൺ എക്സിക്യൂട്ടീവ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആകെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ 250-ലധികം ഒഴിവുകളാണുള്ളത്. താല്പര്യമുള്ളതിലേക്ക് 2025 ഒക്ടോബർ 1 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒന്നാമത് അസിസ്റ്റൻറ്റ് രാജ്യഭാഷാ ഓഫീസർമാരുടെ 11 പോസ്റ്റുകളുണ്ട്. 30 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 40,000 മുതൽ 1,40,000 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. അതിന് വേണ്ട യോഗ്യത 60% മാർക്കോടെ MA ഇംഗ്ലീഷ് അല്ലെങ്കിൽ MA ഹിന്ദി ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. SC/STക്കാരാണ് ഇതിനൊക്കെ 50% മാർക്ക് വരുന്നവരെ ഓർത്തിരിക്കുക. അതുപോലെ ഡിഗ്രി ലെവലിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. രണ്ടാമത്തെ പോസ്റ്റ് ജൂനിയർ എഞ്ചിനീയറിംഗ് സിവിൽ എന്നുള്ളതാണ്. സിവിൽ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് 109 ഒഴിവുകൾ. ജൂനിയർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ 46 പോസ്റ്റ്. ജൂനിയർ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ 49 പോസ്റ്റ്. ജൂനിയർ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ 17 ഒഴിവുകൾ. ഇതിലേക്കെല്ലാം വേണ്ട യോഗ്യത 60% മാർക്കോടെയുള്ള ബന്ധപ്പെട്ട മേഖലയിലുള്ള എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പാസ്സായവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 30 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എല്ലാത്തിനും ശമ്പള സ്കെയിൽ 29,600 മുതൽ 1,19,500 എന്നുള്ളതാണ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. അടുത്ത പോസ്റ്റ് സൂപ്പർവൈസർ IT എന്നുള്ള പോസ്റ്റാണ്. ഒരു വേക്കൻസിയാണുള്ളത്. അതിലേക്ക് BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BCA അല്ലെങ്കിൽ BSc IT അല്ലെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. എല്ലാം 60% മാർക്ക് ഉണ്ടായിരിക്കണം. SC/STക്കാരാണ് 50% മാർക്ക് മതി. 30 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത സീനിയർ അക്കൗണ്ടൻറ്റിൻ്റെ 10 പോസ്റ്റുകളുണ്ട്. 30 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 29,600 മുതൽ 1,19,500 എന്ന സ്കെയിലായിരിക്കും ശമ്പള സ്കെയിൽ ലഭിക്കുക. CA ഇൻ്റർ അല്ലെങ്കിൽ CMA പാസ്സായവർക്ക് CMA ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത ഹിന്ദി ട്രാൻസ്ലേറ്റർമാരുടെ 5 ഒഴിവുകളുണ്ട്. MA ഹിന്ദി അല്ലെങ്കിൽ MA ഇംഗ്ലീഷും ഗ്രാജുവേറ്റ് ലെവലിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം. അതോടൊപ്പം 1 വർഷത്തെ പ്രതിപരിചയമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. 5 വേക്കൻസികളാണുള്ളത്. 27,000 മുതൽ 1,05,000 എന്ന ശമ്പള സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. ഇതിലേക്ക് അപേക്ഷാ ഫീസുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സ്, EWS, OBC ഇവർക്കെല്ലാം 708 രൂപയാണ് അപേക്ഷാ ഫീസ്. ബാക്കി വനിതകൾ ഉൾപ്പെടെ അപേക്ഷാ ഫീസ് ഇല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അപേക്ഷിക്കാനായിട്ട് www.nhpcindia.com എന്ന സൈറ്റിൽ കരിയേഴ്സിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഷെയർ അപേക്ഷിക്കാൻ കഴിയും. ഇത് നോട്ടിഫിക്കേഷൻ അവിടെ നമുക്ക് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. അപ്പോൾ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും. അതിനുശേഷം ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ NHPC ഹെഡ്ക്വാർട്ടേഴ്സ് ഫരീദാബാദിൽ വെച്ചായിരിക്കും. അതേപോലെ എക്സാമിനേഷൻ സെൻറ്ററുകൾ കേരളത്തിലില്ല. കേരളത്തിനടുത്തുള്ള സെൻറ്ററുകൾ ബാംഗ്ലൂരും ചെന്നൈയും മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റർ അതിൽ നിന്നും ചൂസ് ചെയ്യാൻ മാത്രമേ പറ്റുകയുള്ളൂ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇത്രയും അതോടൊപ്പം 2025 ഒക്ടോബർ 1 വരെ www.nhpc.com എന്ന സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി വിനപ്പെടുത്തുക. താങ്ക് യു.